പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. ചരക്ക് അയക്കാത്തതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് കസ്റ്റമർ വിളിച്ച് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നമ്മൾ വെട്ടിമാറ്റണം. അത് ഞാൻ അനിരുദ്ധിനോട് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവനത് മനസ്സിലാവുന്നില്ല. അത് നിനക്കും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നിട്ടല്ല അരവിന്ദ്, നമ്മുടെ മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് PKR-ഉം കൈലാഷും ഒക്കെയാ. അവരെ എങ്ങനെ എളുപ്പത്തിൽ വെട്ടിമാറ്റാൻ കഴിയുമെന്നാ അനിരുദ്ധ് ചോദിക്കുന്നത്. തലവട്ടം പുറത്ത് കാണിക്കാൻ കഴിയാതെ ഒളിവി കഴിയുന്ന അനിരുദ്ധിന് എന്ത് ചെയ്യാൻ പറ്റും? എടാ, അവരെയും വെട്ടിമാറ്റുക അല്ലാണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും ചത്ത് മണ്ണടിയുന്നവരെ നമ്മൾ കാത്തിരിക്കണോ? ഇനി കൈലാസല്ല, അങ്കിളല്ല, അങ്കിളിന്റെ അപ്പം വന്നാലും ഒട്ടും മനസാക്ഷിയില്ലാണ്ടേ കൊരവള്ളി അങ്ങ് അരിയണം. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ശരി, നീ പറ, ഞാൻ എന്താ വേണ്ടേ? അങ്കിളിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല. കൈലാസ് ചത്തും മലർന്നു കിടക്കണത് കണ്ടാൽ അയാളുടെ അരജീവൻ താനെ പൊക്കോളും. ഗാർമെന്റ്സിന്റെ മേൽനോട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് അയാളുടെ വീട്ടിൽ നിലവിളിയും പൂജയൊക്കെയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞോളും. ഗാർമെന്റ്സിന്റെ മേൽനോട്ട് എന്റെ കൈ വന്നാ പിന്നെ അവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഓരോ തുണിത്തരങ്ങൾക്കിടയിലും നമ്മൾ നമ്മുടെ ചരക്ക് കയറ്റി അയക്കും. ഇത്രയും ദിവസം നമ്മുടെ ബിസിനസ് മുടങ്ങിപ്പോയിന്റെ നഷ്ടം നമ്മൾ അങ്ങനെ നികത്തും. ഐഡിയ നല്ലതാ, പക്ഷേ കൈലാഷനെ കൊല്ലുക എന്ന് പറഞ്ഞ അവനെ നമ്മുടെ കൈ കിട്ടിയിട്ട് വേണ്ടേ? അവനങ്ങനെ നമ്മുടെ വായിലൊന്നും ചാടിത്തരൊന്നുമില്ല. ചൂണ്ടയിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം. ചൂണ്ടയിടണമെങ്കിൽ ചൂണ്ടയെ കൊളുത്താൻ ഒരു ഇര വേണ്ടടാ. അതൂടെ പറ. ആ ചൂണ്ടയെ കൊത്താനുള്ള ഏറ്റവും നല്ല ഇര അവള് തന്നെയാ, ആ പാർവതി. നമസ്കാരം സാർ. ഞാൻ പറഞ്ഞിട്ട് വന്നാ എന്തിന്? ഇവര് നിന്നെ ഹെൽപ്പ് ചെയ്യും. ഇന്നൊരു പകലും രാത്രിയും കൊണ്ട് നമ്മുടെ മുമ്പിലുള്ള തടസ്സം നമ്മൾ വെട്ടിമാറ്റിയിരിക്കണം. ഈ ഒരു പകലും രാത്രി എന്ന് പറയുമ്പോ അവളിപ്പോ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവില്ലേ? ഹോസ്റ്റലിൽ കയറി അവളെ പൊക്കാൻ പറ്റുമോ? അതിനാ ഞാൻ ഇവരോട് വരാൻ പറഞ്ഞത്. ഹോസ്റ്റലിൽ വെച്ചല്ല, ഏത് നരകത്തിലാണെങ്കിലും ഇവരവളെ പൊക്കിക്കോളും. ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അവളെ പൊക്കാൻ നരകത്തിലൊന്നും പോകണ്ട. ആയുസ് തീരാറായാൽ കാലന്റെ കയറിൽ സ്വയം തലവെച്ച് കൊടുക്കുന്ന കേട്ടിട്ടില്ലേ? അവൾ വരുന്ന ഈ വഴിയാ. വാ, കാണിച്ചു തരാം. അവളുടെ ആയുസ് തീരാറായി. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ വായിലേക്ക് ഒന്ന് ചാടുന്ന കണ്ടില്ലേ? പാർവതി നീ കേട്ടിട്ടില്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ആ സൈക്കിളിൽ വരുന്നതാണ് മുതല്. ഏത്? അതോ? ഓ, അവളെ തൂക്കുക. എന്നിട്ട് ഇവളെ വെച്ച് കൈലാസിനെ നമ്മുടെ ഗോഡൌണിലേക്ക് വരുത്തുക. നേരം വെളുക്കുമ്പോ രണ്ടും ബാക്കിയുണ്ടാവരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ ജിക്ക്? നീ വിട്ടോടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇത് മുഖത്ത് സ്പ്രേ ചെയ്താൽ ആ സ്പോട്ടിൽ മയങ്ങിക്കോളും. നീ വിട്ടോ. ഓക്കെ. മുഖത്ത് സ്പ്രേ അടിച്ച് വണ്ടിയിലെടുത്ത് കിടത്തിയാൽ മാത്രം മതി. അവള് വണ്ടി കിടന്നങ്ങ് മയങ്ങിക്കോളും. പിടിക്ക, നിങ്ങൾ വിട്ടോ. അടിക്കടാ. നിക്കടെ. നിക്ക. എവിടെ പോടാ? വാ നോക്കാം, അങ്ങോട്ട് പോ. അവൾ രക്ഷപ്പെട്ടു. എന്താ?
നിന്നേക്കം കേരള വണ്ടിയിൽ വിടരുത് അവളെ.